ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മമ്മൂട്ടി കമ്പനിയുടെ മാറിൽ മമ്മൂട്ടി നിർമ്മിച്ച് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് ഇന്ന് ജനുവരി 23 വ്യാഴാഴ്ച തിയേറ്ററിലെത്തിയ ആദ്യാവസാനം കോമഡി നിറഞ്ഞ ഒരു മികച്ച ഫൺ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ മൂവിയാണ് ഡൊമിനിക് ആൻഡ് ദി ലേഡീസ് പേഴ്സ്. ചിത്രം ആവറേജ്, എബോ ആവറേജ്, ഡീസന്റ്, പോസിറ്റീവ് അഭിപ്രായമാണ് പല കോണുകളിൽ നിന്നായി നേടിയെടുത്തിട്ടുള്ളത്. ചുരുക്കം ചില കോണുകളിൽ നിന്ന് നെഗറ്റീവ് അഭിപ്രായവും വന്നിട്ടുണ്ട്. നിലവിൽ പൊതുവെ നല്ല അഭിപ്രായം നേടിയെടുത്തിരിക്കുന്ന ഈ സിനിമയിൽ മമ്മൂട്ടിക്കൊപ്പം ഗോകുൽ സുരേഷ്, ലെന സിദ്ദീഖ് എന്നിവർ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. വിജയ് ബാബു, വിനീത്, സുഷ്മിത ഭട്ട്, ഷൈൻ ടോം ചാക്കോ, വഫ ഖദീജ, വിജയ് വെങ്കടേഷ്, ഹർഷിത പിഷാരടി എന്നിങ്ങനെ വളരെ മികച്ച ഒരു താരനിര ഈ സിനിമയിൽ അണിനിരന്നിട്ടുമുണ്ട്. വലിയ ഹൈപ്പോ പ്രൊമോഷനോ കൂടാതെ തിയേറ്ററിലെത്തിയ ഈ സിനിമ 201 തിയേറ്ററുകളിലാണ് കേരളത്തിൽ റിലീസ് ചെയ്യപ്പെട്ടിരുന്നത്. ചിത്രം പോസിറ്റീവ് അഭിപ്രായം നേടിയെടുത്തോടെ ചിത്രത്തിന്റെ ബുക്കിംഗിൽ വർധനവ് സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ നിലവിൽ മണിക്കൂറിൽ 3500 കൂടുതൽ ടിക്കറ്റാണ് വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ വെള്ളിയാഴ്ച തിയേറ്ററുകളുടെ എണ്ണം 225ലേക്ക് ഉയർന്നിട്ടുമുണ്ട്. അതേസമയം ചിത്രം 2025 ജനുവരിയിലെ ഏറ്റവും മികച്ച പ്രീസെയിൽ കളക്ഷനാണ് നേടിയെടുത്തിട്ടുള്ളത്. 826 ഷോകളിലായി 34,247 ടിക്കറ്റുകളാണ് വിറ്റഴിക്കപ്പെട്ടത്. അങ്ങനെ 57,47,442 രൂപയാണ് ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി കളക്ട് ചെയ്തത്. നിലവിൽ ഈ ജനുവരിയിൽ ഏറ്റവും കൂടുതൽ പ്രീസെയിൽ കളക്ഷൻ നേടിയെടുത്തത് പ്രാവൻകൂട് ഷാപ്പായിരുന്നു. 54 ലക്ഷം രൂപയായിരുന്നു ഈ സിനിമ പ്രീസെയിൽ കളക്ഷനായി സ്വന്തമാക്കിയിരുന്നത്. ഇനി ഡൊമിനിക്കിന്റെ ആദ്യ ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷനിലേക്ക് വന്നാൽ ഇന്ന് ഏകദേശം 1,80 മുതൽ 2 കോടി റേഞ്ചിൽ കളക്ഷൻ നേടിയെടുക്കാനാണ് സാധ്യത. ചിത്രത്തിന്റെ ആദ്യ ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 4.5 കോടി റേഞ്ചിലുമാണ്. ചിത്രത്തിന്റെ ബഡ്ജറ്റ് സംബന്ധമായ കൃത്യമായ വിവരമൊന്നും പുറത്തു വന്നിട്ടില്ലെങ്കിലും മമ്മൂട്ടിയുടെ സാലറി ഒഴിച്ചു നിർത്തിയാൽ 15 കോടിക്ക് താഴെയാണ് ഈ സിനിമയുടെ ബഡ്ജറ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ജനുവരി 24 വെള്ളിയാഴ്ച 6 മലയാള സിനിമകൾ തിയേറ്ററിലെത്തുകയാണ്. അർജുൻ അശോകൻ നായകനാകുന്ന അൻപോട് കൺമണി എന്ന സിനിമയാണ് ഇതിൽ ആദ്യത്തേത്. അനഘ നാരായണൻ, അൽതാഫ് സലീം, മാല പാർവതി, ജോണി ആന്റണി, നവാസ് വള്ളിക്കുന്ന്, മൃദുൽ നായർ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. അനൂഷ് കൊടുവള്ളി തിരക്കഥ എഴുതിയ ഈ സിനിമ ലിജു തോമസ് ആണ് സംവിധാനം ചെയ്തിട്ടുള്ളത്. ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത് സാമുൽ എബിയാണ്. ചിത്രത്തിന്റെ DOP സരൺ രവീന്ദ്രൻ. സുനിൽ S പിള്ളയാണ് ഈ ചിത്രത്തിന്റെ എഡിറ്റിംഗ്. മീനാക്ഷി നായികയെ അനൂപ് പുരുഷോത്ത് സംവിധാനം ചെയ്യുന്ന സൂപ്പർ ജിമിനി എന്ന സിനിമയാണ് നാളെ തിയേറ്ററിലെത്തുന്ന രണ്ടാമത്തെ മലയാള സിനിമ. റിതം ക്രിയേഷൻസിന്റെ മകൻ രാജേഷ് മലയാളപ്പുഴ നിർമ്മിക്കുന്ന ഈ സിനിമയ്ക്ക് തിരക്കഥ തയ്യാറാക്കിയിട്ടുള്ളത് സംവിധായകനായ അനൂപ് പുരുഷോത്ത് തന്നെയാണ്. ചിത്രത്തിൽ സീമാജി നായർ, ജയകൃഷ്ണൻ, കലാഭവൻ നാരായണൻകുട്ടി, കോബ്ര രാജേഷ്, ഡോക്ടർ രജിത് കുമാർ, ദേവനന്ദ, ഫിറോസ്, പ്രിയങ്ക, ബാദുഷ എന്നിങ്ങനെ ഒട്ടനവധി താരങ്ങളും അണിനിരന്നിട്ടുണ്ട്. ദിലീഷ് പോത്തൻ നായകനാകുന്ന എന്ന സിനിമയാണ് നാളെ തിയേറ്ററിലെത്തുന്ന മൂന്നാമത്തെ മലയാള സിനിമ. തോമസ് സെബാസ്റ്റ്യൻ സംവിധാനം ചെയ്യുന്ന ഈ മിസ്റ്ററി ത്രില്ലർ സിനിമയിൽ തമിഴ് നടൻ ദേവദർശിനി, മീര വാസുദേവ്, ജാഫർ ഇടുക്കി, മുത്തുമണി എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. കവി പ്രസാദ് ഗോപിനാഥ് തിരക്കഥ എഴുതിയ ഈ സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചിരിക്കുന്നത് അനീഷ് ലാലാണ്. ബിജിത്ത് ബാല എഡിറ്റിംഗും ഗോപി സുന്ദർ സംഗീതവും പകർന്നിരിക്കുന്നു. സോണി ജോസഫ് സംവിധാനം ചെയ്യുന്ന അഭിരാച്ചന്റെ സ്വന്തം ഇണങ്ങത്തി എന്ന സിനിമയാണ് നാലാമത്തെ റിലീസ്. അഭിരാച്ചൻ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ശ്രീനിവാസൻ നായരാണ്. മായ വിശ്വനാഥ്, സരിക സ്റ്റാലിൻ എന്നിവരാണ് മറ്റ് അഭിനേതാക്കൾ. ഷാനു സമദ് സംവിധാനം ചെയ്യുന്ന ബെസ്റ്റി എന്ന സിനിമയാണ് 5ാമത്തെ റിലീസ്. അഷ്കർ സൗദാൻ, ഷഹീൻ സിദ്ദീഖ്, സാക്ഷി അഗർവാൾ, സുധീർ കരമന, ജാഫർ ഇടുക്കി, ശരവണ എന്നിങ്ങനെയാണ് അഭിനേതാക്കൾ. ചിത്രത്തിന് സംഗീതം പകർന്നിരിക്കുന്നത് ഔസേപ്പച്ചനാണ്. സിജു സണ്ണി DOPയും ജോൺ കുട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു. P. സേതുരാജൻ സംവിധാനം ചെയ്യുന്ന എന്റെ പ്രിയതമന് എന്ന സിനിമയാണ് 6ാമത്തെ റിലീസ്. ഇന്ദ്രൻസ്, മധുവാൾ പ്രേംകുമാർ, സുധീഷ്, ഗൗരി കൃഷ്ണ, മൈഥിലി എന്നിവരാണ് പ്രധാന അഭിനേതാക്കൾ. ആൽബർട്ട് വിജയനാണ് ഈ സിനിമയ്ക്ക് സംഗീതം പകർന്നിട്ടുള്ളത്. എന്തായാലും മമ്മൂട്ടിയുടെ ഡൊമിനിക്ക് മികച്ച അഭിപ്രായം നേടിയത് തിയേറ്ററിൽ കുതിക്കുകയാണ്. അതോടൊപ്പം നാളെ 6 മലയാള സിനിമകളും തിയേറ്ററിലെത്തുകയാണ്. അപ്പോൾ എല്ലാ സിനിമകൾക്കും വിജയാശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ പൂർത്തിയാക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഡൊമിനിക് എന്ന സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി അറിയിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.